ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. നമ്മളൊന്ന് കുറച്ച് ലേറ്റായി പോയി ഇന്നൊരു വീഡിയോ എടുക്കാൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞത് ഇന്ന് ആശുപത്രി പോകുമെന്ന്. ആശുപത്രിയിൽ പോയിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ഞാനും മൂന്നൂസും മോളും കൂടെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ തൃപ്പൂണിത്തറ ബസ് സ്റ്റാൻഡ് മേലെ എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്യുന്നൊരു കൂട്ടുകാരിയുണ്ട്. ജസ്റ്റ് പുള്ളിക്കാരിയും പോയി കണ്ടു, സംസാരിച്ചിട്ടൊക്കെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ വന്നതെന്ന് വെച്ചാൽ അമ്മയടുത്ത് ഒന്ന് കുറേ നേരം ഇരുന്ന്. അമ്മയും സിസ്റ്ററും പുറത്ത് പോയേക്കുമായിരുന്നു. അന്നേരം ഒരു വീടിൻ്റെ കീ സ്ഥിരം വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അന്നേരം അവിടുന്ന് ഫ്ലാറ്റിൻ്റെ കീ എടുത്ത് ഫ്ലാറ്റ് തുറന്ന് അവിടെ ഇരുന്നു. പിന്നെ അമ്മ വന്നതിന് ശേഷം പിന്നെ കട്ടൻ ചായക്ക് ഇട്ട് തന്ന് കുടിച്ചു. ഞങ്ങൾ പേരും മഴയത്ത് ഞാനും മോളും കൂടി ഇങ്ങോട്ട് പോരുന്നു. സാധാരണ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മോനൂസ് ഷോപ്പ് അടച്ച് നിന്നിട്ട് എന്നെ വിളിക്കുക ചെയ്യുന്നത്. പക്ഷേ മോളുണ്ടായിട്ട് ഞങ്ങൾ രണ്ടും കൂടി പോരുന്നു. അപ്പം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞിരിക്കുക. അന്നേരം നാളെ അവരെ കണ്ടിട്ട്, ഒരു ലേഡി ഡോക്ടറാണെന്ന് പറയുന്നു, പുള്ളിക്കാരിയെ കണ്ടിട്ട് എന്താ വെച്ചാൽ ഈ പെയിൻ എന്താ വരുന്നതെന്ന് നാളെ അറിയാം. എന്നിട്ട് ഇപ്പം മരുന്നും തന്നില്ല. കാരണം നാളെ ഇനി അതിൻ്റെ മരുന്ന് ഈ മരുന്ന് കൊണ്ട് എഴുതണ്ടല്ലോ എന്ന് വെച്ച് മരുന്നിന് ഒന്നും തന്നിട്ടില്ല. ഇപ്പം ഞാൻ ഇരിക്കുന്ന എൻ്റെ ഇവിടുത്തെ പെയിൻ കില്ലർ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താ ഭയങ്കര മഴ, പുറത്തിറങ്ങി നിന്ന് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു. ഡ്രസ്സെല്ലാം നനഞ്ഞ് ഊറ്റുവാരി. പിന്നെ ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ഫ്ലാറ്റിൽ പോരുന്നു. അപ്പോൾ എന്താ പറയുക, വരുന്ന വഴിക്ക് ഇത്തിരി ഫിഷൊക്കെ മേടിച്ചു. കാരണം വേറൊന്നുമില്ല, മോൾക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം അത് വെക്കാമെന്ന് വിചാരിച്ചു. അവൾ തന്നെ ചെയ്തോളും, ഞാൻ ചെയ്യണ്ട. അതുകൊണ്ട് അതൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. അന്നേരം ഇനിയിപ്പം കുറച്ച് മേടിച്ചു കേട്ടോ, കാരണം ഒരു 1/2 കിലോ. കാരണം മോനൂസ് കഴിക്കില്ല. അന്നേരം അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണം, അവളുണ്ടാക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, ഇപ്പോൾ പറയല്ലേ മാമി വീഡിയോ പിടിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമല്ലോ, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞാൻ നിങ്ങളോടൊരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ ഗിരിജയെ എനിക്ക് നേരിട്ട് പരിചയം അങ്ങനെയൊന്നുമില്ല പുള്ളിക്കാരിന്. ആ ഒരു കല്യാണത്തോടെയാണ് ഇവരെയൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതും കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും എല്ലാം. അപ്പം അവർ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് വരുന്നത് ഓരോ ന്യൂസുകളും അവർക്ക് ഭയങ്കര ബാഡ് ന്യൂസുകളാണ് വരുന്നത്. ഇപ്പോൾ ജീവമാത എന്തോ അടച്ചു പൂട്ടാൻ അങ്ങനെ എന്തൊക്കെയോ നിയമം വന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. എനിക്കൊന്നും വ്യക്തതയല്ല കേട്ടോ. കാരണം യൂട്യൂബ് ചാനൽ പല ആൾക്കാരും പല രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു പേടി. സത്യം എന്താ നമ്മൾ തിരിച്ചറിയാതെ ഒന്നിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കാൻ പാടില്ലല്ലോ. അന്നേരം അതൊരു ചെറിയൊരു മനസ്സിലൊരു വല്ലാത്ത വിഷമമുണ്ട്. ഞാൻ ഭയങ്കര പോസിറ്റീവ് പറഞ്ഞാണ് ഞാൻ അവർക്ക് വീഡിയോ ചെയ്തത്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ശരിക്കും ഗിരിജനെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ജീവമാത എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. പുള്ളിക്കാരി ഞാൻ ഡയറക്ടറായി പോയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളെ കൊണ്ടോ ആർക്കും ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് കൊടുക്കാനോ എടുക്കാനോ പറ്റില്ല. പക്ഷെ അത്രയും പേർക്ക് ചെയ്യുന്നെങ്കിൽ നല്ലൊരു കാര്യമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവർക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അതിൽ വേറെ ആരും ബാഡായിട്ട് ചിന്തിക്കരുത്. കാരണം അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ആ കുട്ടിയുടെ കാര്യം അറിഞ്ഞതിൽ ഭയങ്കര വിഷമം. കാരണം ഇങ്ങനെയൊക്കെ ഒരു മകൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഭയങ്കര മോശമാണ്. എനിക്കും ഒരു മകനുണ്ട്. അന്നേരം ഒരു കുട്ടീനെ നശിപ്പിച്ചിട്ട് അതിനെ കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ അത് നഷ്ടം മാറില്ല. അത് ചെറിയ പ്രായമാണ്, അതിന് പഠിക്കാൻ ഇനിയും ലൈഫ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയെ 19 വയസ്സിനുള്ള ഒരു അമ്മയായി. അന്നേരം അതിൻ്റെ ജീവിതം ഒരു പഠിച്ച് നല്ല ലെവലൊക്കെ എത്തിരുന്നത് എവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിലായിപ്പോയേനെ. ഇപ്പോൾ ഇത്രയും ഒരു ബാഡ് ന്യൂസും കാര്യങ്ങളും അവിടുത്തെ സ്ഥാപനത്തിലുള്ള കുട്ടികളും പറയുന്ന പല രീതികളാണ്. ഞാൻ കുറച്ച് വീഡിയോകളെല്ലാം കണ്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയാൻ കാരണം ഈ കുട്ടിയാണ് ഇറങ്ങി പലപ്പോഴും ഈ പയ്യൻ്റെ റൂമിലേക്ക് പോയിരിക്കുന്നതിലെ ഈ പയ്യനിരിക്കുന്നിടത്ത് പോയിരിക്കുന്നതെന്നാണ് അവരുടെ വോയിസ് റെക്കോർഡേ കേട്ടുള്ളത്. ആരാ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. അത് വളരെ മോശം സ്റ്റേറ്റ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്ന അവർക്കെതിരെ. എനിവേ എന്താണെന്നറിയില്ല. മനുഷ്യരൊക്കെ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് ഒത്തിരി ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്താ പറയുക, ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറകിൽ വേണ്ടാത്ത കാര്യങ്ങൾ. എന്താണ് ഈ ലോകത്ത് മനുഷ്യരൊക്കെ ഇങ്ങനെ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവരുടെ ആയുസ്സിനും അവരുടെ ആത്മാവിനുമാണ് അത് നല്ല ഗുണം.
അതുകൊണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കണം. നമ്മളിപ്പോൾ ഒരാൾക്കൊരു ഭക്ഷണം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഗുണമല്ല അത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആരോഗ്യം, കാരണം ഒരു സുഖമില്ലാതായി കിടക്കാതിരിക്കുക, ആരോഗ്യത്തോടെ അങ്ങ് പോവുക, അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ ആയാലും മനുഷ്യർ അങ്ങനെയാണ്. ഒരിക്കലും ഒരസുഖം പിടിച്ച് സുഖമില്ലാതെ കിടന്ന് ആ ഒരു എന്താ പറയുക ദാരുണ്യമായ ഒരു അന്ത്യത്തിലേക്ക് പോകുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നമ്മൾ ഒന്നും അറിയാതെ അങ്ങ് പോകുന്നത്. അന്നേരം നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തികളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു എന്താ പറയുക നമുക്ക് ദൈവം ഏറ്റവും നല്ലൊരു ഇത് ദൈവം തരുന്നത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ അതിൻ്റെ പിറകിൽ വേണ്ടാത്ത തോന്നിവാസങ്ങളും ഈ പണത്തിൻ്റെ പിന്നാലെയാണ് എല്ലാവരുടെയും ഓട്ടം. ആർക്കും മനസാക്ഷി എന്ന് പറയുന്നൊരു കാര്യമില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം സീരിയസ്ലായിട്ട് പറയാം, ആർക്കും മനസാക്ഷി എന്ന് പറയുന്നൊരു കാര്യമില്ല. എല്ലാവർക്കും പണം സമ്പാദിക്കണം, കോടീശ്വരനാവണം, ഇല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടണം, ഇങ്ങനെ അറിയപ്പെടണം എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്തിനാണ്? നമുക്ക് ഇപ്പോൾ ആരുടെ മണ്ണ് പോലും വേണ്ട. ഹിന്ദുക്കളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പെട്ടിക്കകത്ത് വെച്ച് കരിച്ച് വിരിച്ച് കളഞ്ഞ് അത് കായലോ കടലിലോ കൊണ്ടുവന്ന് ഒഴുക്കി കളയും, കടലിൽ കൊണ്ടൊഴുക്കി കളയും. ഇപ്പോൾ അങ്ങനെയാണ്. പണ്ടൊക്കെയാണ് നമുക്ക് 6 അടി മണ്ണിനെങ്കിലും ഒരു അവകാശം ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ അതുപോലെ അവകാശമില്ലാത്ത സമയമാണ്. ഇപ്പോൾ എന്തെല്ലാം കറണ്ടിലുണ്ട് മനുഷ്യൻ്റെ ബോഡി കൊണ്ട് വെച്ച് കരിക്കാൻ പറ്റുന്നതും ഒരു നിമിഷം കൊണ്ടൊരു ഭസ്മമായി വരുന്നതുമൊക്കെ കുറേ രീതിയിൽ ലോകം വളർന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മനുഷ്യൻ മനസ്സിലാക്കാതെ എത്രത്തോളം പണം ഉണ്ടാക്കാവോ, ആരെ പറ്റിക്കാവോ, ആരെ നിന്ന് മേടിക്കാവോ എന്ന രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഓരോ മനുഷ്യരും നമുക്ക് എത്ര അങ്ങോട്ട് ആലോചിച്ചിട്ട് ഇവരാരെക്കുറിച്ച് ഒരു വ്യക്തികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം പൈസ വേണ്ടെന്നല്ല, പൈസ വേണം, അത്യാവശ്യമായ രീതിയിൽ ജീവിക്കാൻ. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ ഏറ്റവും നല്ലത്, നമുക്ക് നല്ല സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ അത് ഏറ്റവും നല്ലത്. പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്ന, അതാണ് ഏറ്റവും ലൈഫിലൊരു മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ മനുഷ്യർക്ക് ഇന്ന അസുഖം, കുഞ്ഞു മക്കൾക്ക് വരെ എന്തൊക്കെ രീതിയിൽ അസുഖങ്ങൾ ഈ ലോകത്ത് ബാധിക്കുന്നുണ്ട്. അതൊന്നും ചിന്തിക്കാതെ പല മനുഷ്യർ എനിക്കതുണ്ടാക്കണം, എനിക്ക് ഇതുണ്ടാക്കണം, ഞാൻ ഇല്ലെങ്കിൽ വലിയ അംബാനിയുടെ കൂട്ടാവണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് പൈസയുടെ പിന്നെ ആരെന്ത് വേണമെങ്കിലും നശിപ്പിക്കാൻ ഈ ലോകം തയ്യാറെടുത്തങ്ങ് നിൽക്കുക പൈസയുടെ പുറത്ത്. സീരിയസ്ലി പറയുക, കുറേ മനുഷ്യരങ്ങനെ ഉണ്ട്. ഒരാളെ കുറ്റം പറയുക, ഒരാൾ അങ്ങനെ പറയുക. കാരണം നമ്മളെ ഉപദ്രവിച്ചവരാണെങ്കിൽ പോലും നമ്മളത് ദൈവങ്ങളോട് പറയാം. അവർക്കുള്ള പണി ദൈവമായിട്ട് കൊടുത്തോളും. നമ്മൾ അവർക്ക് പണി കൊടുക്കാൻ നിൽക്കരുത്. അന്നേരം അവർ നമ്മൾ ഒരേപോലെ സമമായി പോകും. തീർച്ചയായിട്ടും ഉള്ളത് പറയണം കേട്ടോ. കാരണം എന്നെ ഒരാൾ ഉപദ്രവിച്ചാൽ ഞാൻ ഒരിക്കലും അവർക്കൊരു ഉപദ്രവമായിട്ട് നിൽക്കത്തില്ല. കാരണം വേറൊന്നും കൊണ്ട് അവർക്കുള്ള ദൈവം എപ്പോഴായാലും കൊടുക്കും. പിന്നെ ഞാനിപ്പോൾ അവരെ തിരിച്ച് ഉപദ്രവിക്കാൻ ഞാനും അവരോട്ട് എന്താണ് വ്യത്യാസം? ഒരേപോലെയല്ലേ ഉള്ളത്. എന്നാൽ അതെപ്പോഴും നമ്മൾ മനുഷ്യർ ചിന്തിക്കാം. പൈസയൊക്കെ ജീവിതത്തിൻ്റെ അത്യാവശ്യ ഘടകം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനെ പുറത്ത് കിടന്ന് ഉറങ്ങിയെന്ന് വെച്ചോ ഇത് വാരി വെച്ച് തിന്നെന്ന് വെച്ചോ നമ്മുടെ വയറൊന്നും അറിയാൻ പോകുന്നില്ല. അതെല്ലാവരും എപ്പോഴും ചിന്തിക്കുക. പൈസ വേണം അത്യാവശ്യത്തിന് മാത്രം, നല്ല രീതിയിൽ ജീവിക്കാനും മാത്രം. അല്ലാതെ കോടികൾ സമ്പാദിച്ച് നമ്മുടെ ബാങ്ക് ബാലൻസ് ഇട്ട്, ഇല്ലെങ്കിൽ എന്താ പറയുക കോടികളുടെ കള്ളപ്പണം വെച്ച് അങ്ങനെ ഒന്നും നമുക്ക് നേടാനില്ല. നമ്മൾ മരിക്കുമ്പം ഒരു കൈ ഒതുങ്ങുന്ന ഭസ്മോ അല്ലെങ്കിൽ 2 കുഞ്ഞൻ എല്ലും കഷ്ണമോ അങ്ങനെയാണോ നമുക്ക് കിട്ടത്തുള്ളൂ. അത് സൗകര്യമുള്ളവരാണെങ്കിൽ കടലിൽ കൊണ്ടുപോയിക്കും, ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കുഴിച്ചിടും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ രീതികൾ. ചില ആൾക്കാർ ഇതെല്ലാം പണ്ട് കൊണ്ടുവന്ന് കടലിൽ ഒഴുകും. ഇപ്പം അതുപോലും കിട്ടാത്ത രീതികളുണ്ട്. ഒരു കുഞ്ഞു പാത്രത്തിൽ ഭസ്മമായിട്ട് മാത്രം വരുന്ന സംവിധാനങ്ങളും കണ്ടു. ഞാൻ ഒരിക്കൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഒരു ബോഡി അങ്ങോട്ട് കൊണ്ടുവെക്കും ഒരു മെഷീനിൽ, അതിൽ നിന്ന് പൊടിഞ്ഞിറങ്ങി വന്ന് ഒരു കലനടി വെക്കുക, അതിനകത്ത് ചെറുതായിട്ട് ആ സാധനം എടുത്ത് പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ച് കഴുകി ഇളക്കി കളയുന്നത്. അത് നമ്മുടെ നാട്ടിലല്ല, പുറത്തേതോ രാജ്യത്താണ്, നമ്മുടെ ഇവിടെ എങ്ങും അല്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ്. അന്നേരം അത്രത്തോളം നമ്മുടെ ലോകം വളർന്നു. എന്നിട്ട് മനുഷ്യർ വളരത്തില്ല. മനുഷ്യരുടെ മനസ്സെപ്പോഴും ഇടുങ്ങിയ ചിന്താഗതിയാണ്. നാളെ അവരെക്കാട്ടി നമുക്ക് വലിയവനാവണം, ഇല്ലെങ്കിൽ അവൻ എങ്ങനെ വലിയവനായി, അല്ലെങ്കിൽ അവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നെല്ലാം അവരെ പിന്നാലെ നമ്മൾ ഇറങ്ങിപ്പോയി തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രത്യേകതര സ്വഭാവമാണ് മനുഷ്യർ, പ്രത്യേകിച്ച് മലയാളികൾക്ക് കേട്ടോ. ഉള്ളത് പറയാം. ഒരാൾ നന്നാവുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ചില മനുഷ്യരുണ്ട്. അത് കൂടുതലും ഞാൻ ഈ പുറത്ത് ജീവിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഇതൊക്കെയാണ് ലോകം, വേറെ അല്ലാതെ ഒന്നുമല്ല. ഇതൊക്കെ തന്നെയാണ് മനുഷ്യരുടെ ചിന്താഗതികളും. കാരണം നമ്മളിവിടെ സുനാമി വന്നു, കൊറോണ വന്നു, എന്നിട്ട് നമ്മൾ ആരെങ്കിലും ഒന്ന് നന്നായോ? ഏതെങ്കിലും ഒരു മനുഷ്യനൊന്ന് നന്നായോ? പിന്നെ ഇപ്പോഴും മനുഷ്യൻ്റെ ചിന്താഗതി അതുപോലെ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ,
ഒരു ഇതിൻ്റെ വാല് പന്തിരാണ്ട് കാലം കുഴലിട്ടാൽ അത് എടുക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുമെന്ന്. ആ അവസ്ഥയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇതെന്നെ ആര് കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി ഉള്ളതെന്ന് ഞാൻ ഉള്ളതുപോലെ പറയും. കാരണം എനിക്കിന്നത് പല വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിലായിട്ട് ഭയങ്കര വിഷമം വരും. നമ്മൾ വിശ്വസിച്ച് എന്താണ്? കാരണം ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത്, ആരുമില്ലാത്ത പെൺകുട്ടിക്കാരൻ മകൻ ജീവിതം കൊടുത്ത് ഒക്കെ ചെയ്തപ്പോൾ ആ കുട്ടി ഗർഭിണിയായിട്ടാ കല്യാണം കഴിച്ചതെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ. ഞാനൊരു അമ്മയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഞാൻ അനുഭവിച്ച ടെൻഷനും കാര്യങ്ങളും എല്ലാം. ഇപ്പം എന്തായാലും എൻ്റെ മകൾ എൻ്റെ അടുത്തുണ്ട്, എനിക്ക് സമാധാനമുണ്ട്. പക്ഷെ അതുപോലെ അല്ലല്ലോ ഈ ആരുമില്ലാത്ത മക്കളെയൊക്കെ ഉപദ്രവിക്കുക, അവരുടെയൊക്കെ ലൈഫ് നശിപ്പിക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ ഇനി എന്തൊക്കെ പഠിക്കാൻ കാണും, ജീവിതത്തിൽ എവിടെയൊക്കെ ലെവലെത്താൻ പറ്റും. ഇനിയിപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ആ കൊച്ച് എത്രത്തോളം ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ട വരും ഈ ചെറിയ പ്രായത്തിൽ. അങ്ങനെ ഓരോ മനുഷ്യരുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. തലയിലെഴുത്ത് ഞാൻ പറഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ തലയെഴുത്ത് നല്ല തലയെഴുത്താണെന്ന്. പക്ഷെ എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് എനിക്കും പറ്റി, ദൈവത്തിനും പറ്റി സീരിയസ്ലി. അതിന് ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒരു വ്യക്തിയെ മനസ്സിലാക്കാതെ സംസാരിച്ചത് എൻ്റെ വലിയ റോങ് ആണ്. ഉള്ളതുപോലെ പറയണം. ഒരിക്കലും അത് ഞാൻ അതിൻ്റെ ശരിയെന്ന് പറയുന്നില്ല. അവർ അത്രയും ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ടല്ലോ, ഇവരൊക്കെ ദൈവത്തെ പോലെ കരുതണമല്ലോ എന്നൊക്കെ ചിന്തിച്ച്. ഇപ്പോൾ അതിൻ്റെ പുറകിന് വരുന്ന ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ചിന്തിക്കുന്നതിനപ്പുറത്തായിപ്പോയി. മനുഷ്യരൊക്കെ ഇങ്ങനെ എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്? കാരണം ഈ അനാഥാലയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചും ആരുമില്ലാതെ ഈ മക്കൾ ഉപേക്ഷിച്ചും മക്കൾ ദൂരങ്ങളിൽ യാത്ര ജോലിയൊക്കെ ചെയ്യുന്നവരും അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഓരോ രീതിയിൽ ഓരോ അമ്മമാരും അതുപോലെ ഈ മക്കളും ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് അവിടെയും ചെന്ന് അവിടെയും സുരക്ഷിതരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ദൈവമേ? അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്നത്. സ്ത്രീ എന്ന് പറയുന്ന മനുഷ്യർ എവിടെയും ഒരു സുരക്ഷിതരല്ല. സ്വന്തം വീട്ടിലാണോ എന്ന് ചോദിച്ചാൽ സ്വന്തം വീട്ടിലില്ല, എന്നാൽ പുറത്താണോ എന്ന് ചോദിച്ചാൽ പുറത്തുമില്ല, എങ്ങുമല്ല. അവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കെ എന്ത് രീതിയിലാണ്, ഇല്ലെങ്കിൽ എന്ത് കപട സ്നേഹമാണ് ആ വ്യക്തി ഈ കുഞ്ഞിൽ കാണിച്ചത്. ഈ 18 വയസ്സ് തികഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിനെ കല്യാണം കഴിക്കുക. എന്ത് മോശമാണത്. ആ സ്ത്രീ എന്താ കരുതി? ഇതൊന്നും ദൈവമുണ്ട്, അതാണ് ഇതെല്ലാം പുറത്ത് വരാൻ കാരണം. ഇല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഇതൊന്നും പുറത്ത് വരില്ല. അതിൽ ആ സ്ഥാപനം എന്തോ അടച്ചുപൂട്ടാൻ പോകണമെന്നോ ഒക്കെ പറയുന്നത്. ആ അമ്മമാരെ എവിടെയെങ്കിലും മാറ്റിക്കാണും, ആ കുട്ടികളെ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് മാറ്റിക്കാണും. എവിടെ ഇരുന്നാലും അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കട്ടെ, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. അല്ല വേറെ എന്ത് പറയാനാണ്? അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടന തന്നെ തീരുമാനിക്കണം. അല്ലാതെ ഒരിക്കലും ഇതൊന്നും നടക്കത്തില്ല. ഒരാൾക്ക് സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് പിരിച്ചാൽ അതിൻ്റെ ഫുൾ ഫണ്ട് അവർക്ക് കൊടുക്കത്തില്ല. അതും പല രീതി പല ആൾക്കാരും വീതിച്ചെടുക്കും. എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അറിയാവോ? ചിന്തിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ഓരോ കോപ്രായങ്ങളാണ് മനുഷ്യരെ തന്നെ പറ്റിക്കുക. ഒന്നാലോചിച്ച് നോക്കി. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ദൈവം ഇത് ഉടനടി പണി കൊടുക്കുന്നത്. കാരണം ഇവർ ഇതിൽ നല്ല രീതിയിൽ ഇരുന്നത് കൊണ്ടാണ് ദൈവം ഇവർക്ക് വലിയൊരു പണി, ഇപ്പോൾ 8ൻ്റെ പണി ദൈവം കൊടുത്തത്. അന്നേരം ഗിരിജയെടുത്ത് പറയാനുള്ളത്, ഗിരിജ ഇങ്ങനൊരു പാവം ചെയ്തതിന് ഗിരിജന് 7 ജന്മം എടുത്താൽ ഈ പാവത്തിൻ്റെ കറ നീക്കി കളയാൻ പറ്റത്തില്ല. കാരണം ഒരു അനാഥാലയം നടത്തുകയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ ഒത്തിരി ബഹുമാനിച്ചതുമാണ്, സ്നേഹിച്ചതുമാണ്. എനിക്ക് നിങ്ങൾ ആരാന്ന് പോലും അറിഞ്ഞ് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആരാ. പക്ഷേ നിങ്ങൾ അങ്ങനൊരു പ്രവൃത്തി ചെയ്തപ്പോൾ നിങ്ങളെ ഒത്തിരി ബഹുമാനം തോന്നിയൊരു സ്ത്രീയാണ് ഞാനും. കാരണം നിങ്ങൾക്കതിന് പറ്റിയല്ലോ എന്ന് അറിഞ്ഞല്ലോ. പക്ഷെ അതിൻ്റെ പിന്നിലെ കഥകളെല്ലാം ഇങ്ങനെയൊക്കെയാണെന്ന് കേട്ടപ്പം മാനസികമായിട്ട് ഒത്തിരി തളർന്നു പോയി. സീരിയസ്ലി പറയാം, ഒത്തിരി. കാരണം വിഷമമായിപ്പോയി. കാരണം എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത്? കാരണം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം നിങ്ങളെ ഞാൻ കണ്ടത് അങ്ങനെയൊന്നും അല്ല. കാരണം നമ്മുടെ മനസ്സിൽ നമുക്ക് കുറച്ച് ആൾക്കാരുടെ ബഹുമാനം തോന്നത്തുള്ളൂ. അതിലൊരു വ്യക്തിയായിരുന്നു താങ്കൾ. പക്ഷെ താങ്കൾ ഇങ്ങനെയൊക്കെ ഇതിങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പം അതെന്താ പറയുക, എനിക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല. മാനസികമായിട്ട് ഞാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് എന്നോട് എല്ലാവരും ക്ഷമിക്കുക, ഞാൻ ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്തതിന്. കാരണം അവരിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളില്ലാതെ ഇതൊന്നും പുറത്ത് വരില്ലല്ലോ. അല്ല ഒരാൾക്ക് ദ്രോഹിക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. കാരണം ഒരു സ്ഥാപനം അടച്ചുപൂട്ടേണ്ട രീതിയിലൊന്നും ആരും ഒരാളെ ഉപദ്രവിക്കില്ല.
ഒരിക്കലും ചെയ്യത്തില്ല. കാരണം പാവം പിടിച്ച കുറേ അമ്മമാരും കുറേ മക്കളുമാണ് അവിടെ ജീവിക്കുന്നത്. അന്നേരം അവരെയൊക്കെ അത്രയും ഉപദ്രവിച്ചൊരു വ്യക്തി ആയതുകൊണ്ടല്ലേ ദൈവം നേർവഴി കാണിച്ചു കൊടുത്തത്, ഇല്ലെങ്കിൽ ഒരാളിൽ പോലും ദൈവം അവിടെ വരുത്തി വെച്ചത്. എനിവേ എന്തായാലും ഗിരിജ ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതുപോലെ അനാമിക നല്ലൊരു പെൺകുട്ടിയായിരുന്നു. അവളെ ഇനിയും തുടർന്ന് പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഗവൺമെൻറ് ചെയ്തേനായിരുന്നു. അതൊന്നും ചെയ്യാതെ താങ്കളുടെ മകനെ കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യിപ്പിച്ചതും, താങ്കൾ ആ പെൺകുട്ടിയെക്കുറിച്ച് പല ആൾക്കാരോടും പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ ആൾക്കാർ ഓരോ ന്യൂസുകൾ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. എനിവേ അതെല്ലാം വളരെ മോശമായിപ്പോട്ടോ. ഒരിക്കലും നിങ്ങളൊരു അമ്മയായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ നിങ്ങളോടത് ആണയിട്ട് പറയാണ്. പക്ഷെ നിങ്ങൾക്കൊരിക്കലും ഒരു അമ്മ എന്ന് പറയാനുള്ള ഒരു ഒരു വാക്കിന് അർത്ഥമില്ലാത്ത സ്ത്രീ എന്ന രീതിയിലായിപ്പോയി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ഒരു ദേഷ്യവും ഉണ്ടാവരുത്. കാരണം ഞാൻ ആ സ്ഥാപനത്തിൻ്റെ അമ്മയായിട്ട് കണ്ടതാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്തപ്പോൾ എനിക്ക് അത്രയും മാനസികമായിട്ടൊരു വിഷമം, ഞാൻ നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്തൊരു സ്ത്രീയാണ്. അന്നേരം എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. അല്ലാതെ കാരണം അനാമികയെ പോലൊരു മകൾ എനിക്കുമുണ്ട്, എനിക്കുമുണ്ട് നിങ്ങളുടെ മകനെ പോലൊരു മകനും. അവൻ നാളെ തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റ് തന്നെ എന്ന് പറയും. പക്ഷെ ഒരിക്കലും തെറ്റ് ഒളിച്ചു വെച്ചിട്ട് നാടകം അഭിനയിക്കാൻ നിൽക്കത്തില്ല. മകൾ തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ എന്ന് പറയും. അതും ഞാൻ ഒളിച്ചു വെച്ച് നാടകം കളിക്കാൻ നിൽക്കത്തില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മകൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തത്. എൻ്റെ മകനൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് തെറ്റെന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് സംസാരിക്കും. കാരണം നമ്മുടെ ജീവിതം കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് നമ്മൾ ഒരാളെ ഉപദ്രവിക്കാനോ അവരെ വേറൊരു രീതി നഷ്ടപ്പെടുത്താനോ ഒന്നും പോവാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ എത്രത്തോളം നമുക്ക് കഴിയാൻ പറ്റുമോ അത്ര നല്ല രീതിയിൽ കഴിയാൻ ശ്രമിക്കുക. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടും ആരുടെ ജീവിതവും പോയി നശിപ്പിക്കാതിരിക്കുക. ഇത് നിങ്ങളോട് പറയാനുള്ള ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഇതൊക്കെ അറിയുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ്, ഒരു വളരെ വല്ലാത്തൊരു ഫീലിങ്സും വേദനയുമാണ്. കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത് എന്ന് ഓർത്ത്. കാരണം എന്താ പറയുക, മനുഷ്യർ ഇനിയും നന്നാവില്ല എന്നുള്ള തെളിവാണ് ഇതൊക്കെ. നമുക്കൊക്കെ എത്ര ദുരന്തം വന്നാൽ പോലും, ഈ ഭൂമി അവസാനിച്ചാൽ പോലും മനുഷ്യൻ നന്നാവില്ല എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ അർത്ഥം അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അന്നേരം ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി, കാരണം വേറെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബിന്ദുവിനെ വിളിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ബിന്ദുവിനെ വിളിക്കണം, സംസാരിക്കണം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സന്തോഷത്തോടെ ഇരിക്കും. അടുത്തൊരു വീട്ടിൽ ഓടി വരാം. ബൈ ബൈ, ടാറ്റ.